ഇതെല്ലാം ഫിറ്റാണ്. ജൂതനസാറാക്കളുടെ പാരമ്പര്യം ഞങ്ങൾ യഹൂദി മതത്തിലാണ് കേട്ടോ, നിങ്ങൾ ഇസ്ലാം മതത്തിലല്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഓ മുസ്ലിയാരെ ചോദിക്കട്ടെ, നിങ്ങളുടെ ഓരോ സ്വഭാവവും അതിലേക്ക് തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോ. ജൂതനസാറാക്കളുടെ ഒരു പാരമ്പര്യം എന്താണ്? അവർക്ക് ഇന്നും ഒരു തന്ത്രമുണ്ട്. എന്താണ്? പെണ്ണിന്റെ നഗ്നത വിറ്റ് കാശുണ്ടാക്കുക. പെണ്ണിന്റെ നഗ്നമായ ശരീരം, പെണ്ണിന്റെ ഉടലും ഭംഗിയും പെണ്ണിന്റെ സൗന്ദര്യവും ഒക്കെ പ്രകടിപ്പിച്ചിട്ട് കാശുണ്ടാക്കുന്ന പരിപാടിയുണ്ട് ജൂതനസാറാക്കൾക്ക്. അവരാണത് ഇവിടെ തുടങ്ങി വെച്ചത്, അവരാണതിന്റെ പ്രചാരകർ, അവരാണതിന്റെ എല്ലാ രൂപത്തിലുമുള്ള സഹായികൾ. വേൾഡ് തലത്തിൽ തന്നെ അതിന് കരുക്കൾ നീക്കുന്ന ആ ജൂതനസറാണികളുടെ ആ പ്രവർത്തനത്തിന്റെ ആളുകളും നിങ്ങളായി പോയില്ലേ? സുന്നത്ത് ജമാഅത്തിന്റെ പത്രം എന്ന് നിങ്ങൾ മേനി പറയുന്ന, ഒരു രൂപത്തിലുള്ള പ്രശ്നങ്ങളും ഇതിൽ വരുന്നില്ലെന്ന് പറയുന്ന, സാക്ഷാൽ വെളിച്ചത്തിലേക്ക് നിങ്ങൾ ജനങ്ങളെ കൈനടത്തുന്നു എന്ന് പറയുന്ന സിറാജ് പത്രത്തിൽ നിങ്ങൾ പെണ്ണിന്റെ പരസ്യം അതാ ഹറാമായ നിലക്ക് പെണ്ണിനെ നോക്കി രസിപ്പിച്ചുകൊണ്ട് അത് കാണുന്ന മുസ്ലിമീങ്ങളെ കൊണ്ട്, അതല്ല സർവ മനുഷ്യരെ കൊണ്ടും അവരുടെ കണ്ണുകളെ കൊണ്ട് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയില്ലേ? അൽ ഐനാനി സിനാഹു മൻ നദറു, രണ്ട് കണ്ണിന്റെ വ്യഭിചാരമാണ് നോട്ടം എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ അതാ വായിക്കുന്ന വായനക്കാരെ കൊണ്ട് കണ്ണുകളെ കൊണ്ട് വ്യഭിചരിപ്പിച്ച് ദർശന സുഖത്തിലൂടെ അവരിൽ നിന്ന് പണം വാങ്ങിയിട്ട് സർക്കുലേഷൻ വർദ്ധിപ്പിച്ചിട്ട് ഈ സമുദായത്തിലെ പാവപ്പെട്ട മനുഷ്യന്മാരെ ദുർമാർഗത്തിലേക്ക് അധാർമികതയിലേക്ക് നയിക്കുന്ന ജൂതനസറാണി പാരമ്പര്യം നിങ്ങളിലില്ലേ? അതാ ഒന്ന് കണ്ടോളൂ. ഞാനിവിടെ എത്രയോ കാലമായി കാണിക്കുന്നു. നിങ്ങൾ സിറാജ് പത്രത്തിലതാ എത്രയോ തെമ്മാടിത്തങ്ങൾ നിങ്ങൾ പ്രചരിപ്പിക്കാറുണ്ട്. അതൊക്കെ കൃത്യമായി ഓരോ തവണ നമ്മൾ കാണിക്കുന്നു. ഒരു കൊല്ലം മൂപ്പരതിനെ സംബന്ധിച്ച് പ്രസംഗത്തിലൊന്നും മിണ്ടിയില്ല. പിന്നെ പറഞ്ഞു വന്ന് സിറാജിന്റെ ഓഫീസിലിരിക്കുന്നത് ഞാനോ കാന്തപുരം ഉസ്താദൊന്നുമല്ല, വല്ലതും പറ്റിപ്പോയെങ്കിൽ അല്ലാഹു പുറത്തു തരട്ടെ. അങ്ങനെ നിങ്ങൾ തൗബ ചെയ്തപ്പോ നമ്മൾ വിചാരിച്ചു ശരിയായ തൗബയായിരിക്കും, ഇനി ഉണ്ടാവില്ലെന്നാ വിചാരിച്ചത്. സിറാജ് പത്രത്തിന്റെ ഓഫീസിലോ പത്രത്തിലോ ഇരിക്കുന്ന എല്ലാരും അമ്പിയാക്കളല്ല. ഞങ്ങളെ വ്യക്തി ജീവിതത്തിൽ എവിടെയെങ്കിലും ഒന്ന് ശ്രദ്ധയിൽപ്പെടാത്തതോ അറിയാത്തതോ ഉണ്ടെങ്കിൽ അള്ളാഹു മാപ്പ് നൽകട്ടെ. അല്ലാഹുവേ, തടീച്ചക്ക് വഴിപ്പെടാതെ നിനക്ക് തഖ്വ ചെയ്ത് ജീവിക്കാൻ ഭാഗ്യം തരണം റഹ്മാനെ. ഇബ്ലീസിന്റെ ശർറിൽ ഞങ്ങളെ പെടുത്തരുതേ റഹ്മാനെ. കണ്ടോ, ഇപ്പൊ സിറാജിൽ വന്നീനുള്ള തൗബയാണ്. സിറാജിൽ വന്നീന് എന്താ പറയുന്നത്? സിറാജ് പത്രത്തിലിരിക്കുന്ന എല്ലാരും അമ്പിയാക്കളല്ല, അപ്പൊ കുറച്ച് അമ്പിയാക്കൾ ഉണ്ട്. ഇപ്പൊ വർത്താന എപ്പോഴും പറയല, ഞാനാണോ അവിടെ ഇരിക്കുന്നത്, കാന്തപുരം ഉസ്താദാണോ ഇരിക്കുന്നത്, നിങ്ങൾ ഇരുന്നിട്ടാ ബാക്കിയൊക്കെ വരുന്നത്, നിങ്ങൾ ഇരുന്നിട്ടാണോ ബാക്കിയൊക്കെ വരുന്നത്? ഇത് പറയുമ്പോ എന്താ ആ ഒരു മറുപടി? പക്ഷേ പിന്നെയും നിങ്ങൾ ഈ സമുദായത്തിലേക്ക് ഈ തോന്നിവാസം ഇറക്കി വിട്ടു. കഴിഞ്ഞ പ്രസംഗത്തിലും ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ ഷാർജയിൽ നിന്ന് വരുന്നതിൽ നിങ്ങൾക്ക് വലിയ വിഷമമുണ്ടല്ലേ, ടിക്കറ്റും എടുത്തിട്ട് ഇങ്ങ് വന്നു പോയാ പോരാന്നല്ലേ നിങ്ങൾ എന്നോട് പറഞ്ഞത്. ഇങ്ങനെ വന്നാ മതി. ആ ഭാഗം ഒന്ന് കേൾപ്പിച്ച, ഷാർജയിൽ നിന്ന് ഇങ്ങനെ വന്നാ മതിയോ ഒന്ന് കേട്ടോട്ടെ ആൾക്കാർ. പോരെ, ടിക്കറ്റ് എടുത്തിട്ട് വന്നാ പോരാ, വല്ലതും കൊണ്ടുവന്നെന്ന് കൊണ്ടുവന്ന് സമർപ്പിക്കുന്നു. എന്നാൽ ചോദിക്കട്ടെ, അവിടെയുള്ള നിങ്ങൾ പ്രസിദ്ധീകരിച്ച പത്രത്തിന്റെ ആ രൂപത്തിലുള്ള അശ്ലീല ഫോട്ടോകൾ കഴിഞ്ഞ പ്രസംഗത്തിലും അതാ എടുത്ത് കാണിച്ചപ്പോ കാണിക്കുന്നതിൽ വിഷമമുണ്ട്. പക്ഷേ നിങ്ങൾ നിഷേധിക്കുമോ? അതുകൊണ്ട് ചിലർ പെട്ടെന്ന് നിങ്ങളെ കേൾപ്പിക്കുന്നു, പെട്ടെന്ന് നിങ്ങളെ കാണിക്കുന്നു. പെട്ടെന്ന് പോട്ടെ കേട്ടോ, ഓരോ പരസ്യങ്ങളാണ് ഇതൊക്കെ. ഇത് പറഞ്ഞതിന്റെ ശേഷം ഇവരുടെ സിറാജിൽ വന്നതാണ്. പണ്ടൊരാളുടെ ഫോട്ടോ പെട്ടുപോയതിൽ നിർവ്യാജം ഖേദിച്ചുകൊണ്ട് വിശേഷാൽ പ്രതിയെപ്പറ്റി അൽബയാനിൽ കൊടുത്ത ആളുകളുടെ അത് റമദാൻ ആഘോഷിക്കൂ എന്ന ഹെഡിങ്ങിലാണ് ആയിരുത്തം കേട്ടോ.
റമദാൻ സ്പെഷ്യൽ, വ്രതശുദ്ധിയുടെ റമദാൻ ദിനങ്ങൾ ആഘോഷിക്കൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്ത ചിത്രമാണ്. ആഘോഷിക്കേണ്ട കോലമാണ് റമദാനിൽ. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, എവിടെ എത്തിപ്പോയി ആലോചിച്ചു നോക്കൂ. അതാ ധാരാളമായി സിറാജാണ്. അങ്ങാടിയിലെ ഏതെങ്കിലും ചായക്കടയുടെ ചുമരിന്മേലുള്ള പോസ്റ്റർ അല്ല, സിറാജ് പത്രമാണ്. എന്താണ് സിറാജ് പത്രത്തിന്റെ പ്രത്യേകത? സുന്നത്ത് ജമാഅത്തിന്റെ ജിഹ്വയാണ്, സത്യത്തിന്റെ ആധികാരിക ശബ്ദമാണ്, ആദർശ പ്രസ്ഥാനത്തിന്റെ മുഖപത്രമാണ്, സത്യത്തെ മുറുകെ പിടിക്കുന്ന പ്രസ്ഥാനമാണ് ഇതിന്റെ ചാലക ശക്തി. ജീർണതക്കെതിരെ പോരാടുന്ന പടയോട്ടം നടത്തുന്ന സത്യസന്ധമായ പത്രമാണ്. ഇതിൽ വരുന്നത് മുഴുവനും സാത്വികരായ പണ്ഡിതന്മാരുടെ ചിന്തകളാണ്. തൂവെണ്മയാർന്ന ആത്മീയ വെളിച്ചമാണ് ഞങ്ങളെ വഴി നടത്തുന്നത്. വഴി തെറ്റില്ല. മാത്രമല്ല, പേരോട് മുസ്ലിയാർ പറഞ്ഞു, സുന്നി യുവജന സംഘവും സിറാജും പരസ്പര പൂരകങ്ങളാണ്. ഇതിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കൽ ദീനി പ്രവർത്തനം തന്നെ. അതാ കുറെ ചിത്രങ്ങൾ കണ്ടില്ലേ? ഇപ്പൊ കാണുന്നത് എന്താണ്? ഇപ്പൊ കാണുന്നത് അതാ ഈദ് സ്പെഷ്യൽ സിനിമകൾ. കാണിക്കാതിരുന്ന് ഞങ്ങൾ വിശ്വസിക്കൂല. ഈദ് സ്പെഷ്യൽ സിനിമകള്. സിറാജുകാരാ, ദീനിന്റെ പേരിൽ നിങ്ങൾ ഈ പണി ഇനി നടത്തിപ്പോകരുത്. ഇത് നിങ്ങൾ അവസാനിപ്പിച്ചേ പറ്റൂ. ഈദിന് സ്പെഷ്യൽ മുസ്ലിമീങ്ങൾക്ക് തക്ബീറാണ് ഇത്തരത്തിലുള്ള ചിത്രങ്ങളല്ല. ഈദിന്റെ സ്പെഷ്യലിൽ മുസ്ലിമീങ്ങൾക്കുള്ളത് പ്രത്യേക നിസ്കാരമാണ്, തക്ബീറാണ്, അതുപോലെ തന്നെയുള്ള ആചാരങ്ങളാണ്, അനുഷ്ഠാനങ്ങളാണ്. പക്ഷേ അതാ ആ വന്നതിൽ പരസ്യം മലയാള സിനിമയിലെ മെഗാസ്റ്റാർ, പ്രശസ്ത താരങ്ങൾ, സംഗീത പ്രതിഭകൾ വേദിയിലെത്തുന്നു. താഴെ കൊടുത്ത 11 വിഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവ നാമനിർദ്ദേശം ചെയ്യുക. മികച്ച ഗാനം, ഏറ്റവും ആവശ്യപ്പെട്ട ഹിറ്റ് ഗാനം, മികച്ച ഗായകൻ ഗായിക, മികച്ച ജോഡി, മികച്ച ഗാനരചയിതാവ്, മികച്ച നവാഗത ഗായിക, മികച്ച നവാഗത ഗായകൻ, മികച്ച സംഗീത സംവിധായകൻ. കണ്ടോ, നിങ്ങളുടെ പത്രത്തിലെ ആവശ്യങ്ങളാണ്. ഈദിന് സ്പെഷ്യൽ സിനിമ. ഞാൻ ഓരോന്നും വായിക്കുന്നില്ല. കണ്ടോ, ഇത് നിങ്ങൾ ഓർക്കണം. പരിശുദ്ധ റമദാനിനെ സംബന്ധിച്ച് പരിശുദ്ധ റമദാൻ വിശേഷാൽ പതിപ്പ് സിറാജാണ്. ഇതിലും നിങ്ങൾ കൊടുത്തു. പരിശുദ്ധ റമദാനിൽ പോലും നിങ്ങൾ ഇറക്കിയിട്ടുള്ള ചിത്രങ്ങളാണ് ഈ കാണിച്ചത്. എത്രയാണ്? ധാരാളം ഇനിയും ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്കാണ്. ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾക്ക് പ്രയാസമല്ല, കാരണം അടുത്ത പ്രസംഗത്തിൽ വന്നിട്ട് തൗബ ചെയ്താൽ മതി. പക്ഷേ ഇത് കാണുന്ന ചിന്തിക്കുന്ന ആളുകളുണ്ട്. ആ ചിന്താരൂപത്തിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളെ ഇനിയും നിങ്ങൾക്ക് പറ്റിക്കാനാവില്ല. മാത്രമല്ല, ഈ ബഹുമാനം പെട്ടുപോയ ഈ പത്രത്തിന്റെ ഇതിന്റെ കോപ്പി ശൈഖുനെ ഇങ്ങനെ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തിട്ട് അതാ പ്രകാശനം ചെയ്യുന്നുണ്ട്. ചില മാന്യന്മാരൊക്കെ അതിന് വരി ചേർന്നിട്ട് ബഹുമാനപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് ഈ തെളിമയാർന്ന സാധനം സ്വീകരിച്ചിട്ട് കൈ മുത്തുന്നുമുണ്ട്. കേട്ടോളൂ നിങ്ങളാ, കണ്ടോളൂ നിങ്ങളാ ഭാഗം. 1284 ഉറുപ്പികയാണ് ഒരു കൊല്ലത്തെ സിറാജിന് കാശ്. അത് നമ്മുടെ ഈ സമ്മേളനം പ്രമാണിച്ച് ഒരു കൊല്ലത്തേക്ക് 1000 ഉറുപ്പികയായി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരു കൊല്ലത്തേക്ക് 10 കൊല്ലത്തേക്ക്. അൽഹംദുലില്ലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എന്ത് നേരത്തെ കണ്ടതൊക്കെ സ്വീകരിച്ചതാ. തക്ബീർ അല്ലി പാസാക്കുക. ഈ ഫോട്ടോ ഒക്കെ അങ്ങനെ പോസ്റ്റ് ചെയ്യാം. കിട്ടിയോ? ഓരോരുത്തർക്കും അങ്ങനെ കൊടുക്കുമ്പോ ഉപരി പറയുന്നുണ്ട്, ഫോട്ടോ എടുക്ക്. എല്ലാവരും ഒരു കോപ്പി ഇൻഷാ അല്ലാഹ് എടുക്കണം. അതൊരു കൊല്ലത്തേക്ക് ആയാലും മതി. 1 കൊല്ലം 2 കൊല്ലം 5 കൊല്ലം ഒക്കെ എടുക്കാം. നമ്മളെ ഒരു കൊല്ലത്തിൽ 1000 ഉറുപ്പിക എഴുതാം. ഈ സമ്മേളന നമ്മളെ സെക്രട്ടറി മുഹമ്മദ് ഹുസൂർ ചേരുന്നവരൊക്കെ പറഞ്ഞല്ലേ. മദ്രാസിലാണ് 1 കൊല്ലം. മഹമ്മൂദ് ഹാജി 1 കൊല്ലം. അതാ പേപ്പറിന്റെ കെട്ടെടുത്തോണ്ട് എല്ലാം ഫോട്ടോ എടുക്ക്. സർവ്വ എടുക്ക്. നമ്മളെ കടമേരി അല്ല, ഏറാമല. ഫോട്ടോ എടുക്ക് ഓരോന്നും എല്ലാം. ആ പത്രത്തിന്റെ കെട്ടോടെ 10 വർഷത്തേക്ക് മൻസൂർ ഹാജി. അൽഹംദുലില്ലാഹ്. CSO ചെയർമാൻ 10 കൊല്ലം, വൈസ് ചെയർമാൻ 10 കൊല്ലം. എടുക്കട പേപ്പർ
എടുക്ക്, ഇനി എടുക്ക്. ഫോട്ടോ എടുത്തോ? മറിയല്ല അവിടെ പേത്രത്തിന് കെട്ടിങ്ങെടുക്ക്. മടിക്കല്ല. ഓരോന്നും ഫോട്ടോ എടുക്കണേ. സിറാജ് അലിന് ഫോട്ടോ വരണം. ഓരോന്നും എടുക്കണ്ട. ഫോട്ടോ എടുക്ക്. അത് പിന്നെ കൊടുക്കും. അഷ്റഫ് ഹാജി 5 കൊല്ലത്തില്ല. അഷ്റഫ് ഹാജി 5 കൊല്ലം. 5 കൊല്ലം. കുഞ്ഞുമോൻ എടുക്കാം. ഒരു വർഷം. നമ്മളെ ദിക്ർ ആൾക്കൊക്കെ എല്ലാ മാസവും ഇക്ബാൽ ഹാജി CSO പ്രസിഡന്റ് 3 കൊല്ലം. 5 കൊല്ലം. 5 കൊല്ലം. അത് 5 കൊല്ലം. മൂപ്പര് 1 കൊല്ലം. 1 കൊല്ലം. മറ്റേ 1 കൊല്ലം മതി. 1 കൊല്ലം. 1 കൊല്ലം. 1 കൊല്ലം. 1 കൊല്ലം. സ്വീകരിച്ച് കയ്യമുത്തി. കണ്ടോ ഈ തോന്നിവാസം, ഈ അശ്ലീല ചിത്രങ്ങൾ ഈ സമുദായത്തിന്റെ മുമ്പിലേക്ക് വിറ്റ് നടന്ന് കാശാക്കുന്ന മുസ്ലിയാക്കന്മാരെ, നിങ്ങളുടെ പള്ളികളിൽ നിങ്ങൾ ഇത് കൊണ്ടുപോയി ഇടാറില്ലേ? നിങ്ങൾ ഇത് കക്ഷത്തിരുത്തി നടക്കാറില്ലേ? നിങ്ങൾ ഈ സമുദായത്തെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ഇപ്പൊ കഴിഞ്ഞ പ്രസംഗത്തിൽ നിങ്ങൾക്ക് തൗബയുമില്ല, വിഷയം തന്നെ വിട്ടിരിക്കുന്നു, വിടാൻ സമ്മതിക്കൂല. പറഞ്ഞേ പറ്റോ, മറുപടി കിട്ടിയേ പറ്റൂ. ഒന്നുകിൽ നിങ്ങൾ ഈ തോന്നിവാസം നിർത്തിവെക്കണം, അതല്ലെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത് സുന്നത്ത് ജമാഅത്തിന്റെ പേരും പറഞ്ഞ് ഇനി നിങ്ങൾ പത്രപ്രവർത്തനം നടത്തരുതെന്നാണ് ആവർത്തിച്ചോർമ്മപ്പെടുത്തുന്നു. ഇതൊക്കെ പറഞ്ഞിട്ടും നിർത്തിയോ? ഇതൊക്കെ പറഞ്ഞിട്ടും നിർത്തിയോ? ഇപ്പോഴും തുടരുകയാണ്. ഇന്നലത്തെ സിറാജിൽ വരെ തുടരുകയാണ്. ഞാൻ കാണിക്കുന്നുണ്ട് ഓരോന്നോരോന്നായി. ഒന്നുകൂടി ഒന്ന് പെട്ടെന്ന് ഇവരുടെ തോന്നിവാസം കണ്ടോളൂ. മറുപടി ഉണ്ടെങ്കിൽ പറയണേ. കള്ളത്തൗബ ഇനി സ്വീകാര്യമല്ല. കാരണം തൗബ പറഞ്ഞിട്ടും പിന്നെയും നിങ്ങളാക്കുകയാണ്. അതുകൊണ്ടൊന്ന് പറയണം കൃത്യമായി മുസ്ലിമീങ്ങളോട്. കണ്ടോളൂ, കണ്ടോ ഓരോന്നോരോന്ന് വരുന്നത് കണ്ടോ? പെട്ടെന്ന് കണ്ടോ? അപ്പുറത്തൊരു പെണ്ണ്, ഇപ്പുറത്ത് പേരുടെ സർവ്വ മുസ്ലിയാക്കന്മാരും. ഒരു മഞ്ഞ തലീക്കെട്ട് കെട്ടിയ ഒരു ഹോജ, ഏതോ ഒരു ഗാദിരി, ഒരു തരീക്കത്തുകാരനും അപ്പുറമാണ്. ഇവർക്കൊരു വിഷയമല്ല. 2 ആളുകൾ കാണട്ടെ, സ്റ്റൈനിങ് കാണട്ടെ, മറ്റോളെയും കാണട്ടെ. ആ നിലക്ക് കണ്ടോ? അടുത്ത ചിത്രത്തിൽ മാജിക്, പെണ്ണിനെ ഇങ്ങനെ വായുവിൽ കിടത്തിയിരിക്കുകയാണ്. ഇവര് കൊടുത്ത പരസ്യങ്ങളാണ്. ഇനിയും ശ്രദ്ധിച്ചോളൂ. അടുത്ത ചിത്രത്തിൽ അതാ ഒരു സ്ത്രീയുടെ പരസ്യം. ആ പരസ്യത്തിന്റെ തൊട്ടിപ്പുറത്ത് കാണുന്നത് ആരുടെ ഫോട്ടോയാണ്? നിങ്ങൾ ശ്രദ്ധിച്ചോ? പേരോട് മുസ്ലിയാരാണ് ഇരിക്കുന്നത്. അതിന്റെ തൊട്ടിപ്പുറത്ത്. എന്താ കാരണം? പേരോട് മുസ്ലിയാർ ഇരുന്നു കൊണ്ട് അപ്പുറത്ത് തന്നെ കാന്തപുരവും ഇരിക്കുന്നുണ്ട്. എന്താണ്? ഓരോ സ്ഥലങ്ങളിലും അതുപോലെ തന്നെ പേരോട് ഉസ്താദിന്റെ ഏറ്റവും പുതിയ പ്രഭാഷണ VCD എന്താ പേര്? ഇഖ്ലാസിനാണ് ഫലം. ഇഖ്ലാസോടെ കാണിക്കുന്നത് കണ്ടോളിൽ. ഇഖ്ലാസോടുകൂടെ മൂപ്പര് കാണിക്കുകയാണ്. ഈ രൂപത്തിലുള്ള എത്ര കണ്ടോ? ഞാനോ കാന്തപുരമോ അവിടെ ഇരിക്കുന്നുണ്ടോ എന്നല്ലേ ചോദിച്ചത്? കാന്തപുരം ഇരിക്കുന്നത് കണ്ടില്ലേ? പേരോട് ഇരിക്കുന്നത് കണ്ടില്ലേ? എല്ലാ ഉലമാക്കളും ഉണ്ട് കണ്ടോ? വലിയ നേതാക്കന്മാരുണ്ട്. ഈ രൂപത്തിലുള്ള ഇത്തരത്തിലുള്ള പത്രങ്ങളാണ്, ഈ രൂപത്തിലുള്ള കാര്യങ്ങളാണ് ജനങ്ങൾക്കിടയിൽ നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നിങ്ങൾ എന്താണ് അവകാശപ്പെട്ടത്? ഇപ്പോഴും നിങ്ങൾ അവകാശപ്പെടുന്നത് എന്താണ്? സിറാജ് പത്രത്തിൽ നിന്ന് ഞാൻ വായിക്കാം, ശരിക്ക് കേട്ടോളൂ. സിറാജ് ഒരുപാട് വളർന്നിട്ടുണ്ട്. എഴുതാണ് സിറാജ് ഒരുപാട് വളർന്നിട്ടുണ്ട്. പക്ഷേ വളർച്ചയുടെ ഒരു ഘട്ടത്തിലും മൂല്യങ്ങൾ കൈവിട്ടിട്ടില്ല. വളർച്ചയുടെ ഒരു ഘട്ടത്തിലും സിറാജ് മൂല്യങ്ങൾ കൈവിട്ടിട്ടില്ല. അപ്പൊ നേരത്തെ കാണിച്ചതൊക്കെ നിങ്ങൾക്ക് മൂല്യമാണല്ലേ? പെണ്ണിനെ കാണിക്കൽ മൂല്യമാണല്ലേ? പറയണം മറുപടി. മിണ്ടാതെ പോകാന്ന് വിചാരിക്കണ്ട. നിങ്ങളുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടതിന്. നിങ്ങളുടെ എല്ലാ ഹോജാക്കന്മാരും സിറാജ് പത്രത്തിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് മുമ്പുള്ള പ്രസംഗങ്ങളിൽ കേൾപ്പിച്ചിട്ടുണ്ട്. CD ഇറങ്ങുമ്പോൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ ഇനിയും നിങ്ങൾക്ക് കേൾക്കാം. ശരിക്ക് പഠിച്ചു വെച്ചോ. നിങ്ങളുടെ സിറാജിന്റെ മദ്ഹുകൾ, നിങ്ങളുടെ സിറാജിന് മാത്രം അവകാശപ്പെടാനുള്ള പോരിശകൾ നിങ്ങളുടെ നേതാക്കന്മാരാ പറയുന്നത്. നിങ്ങളുടെ ഔദ്യോഗികമായ പ്രസിദ്ധീകരണത്തിൽ നിന്നാണ് വായിക്കുന്നത്. ആദ്യം പറയാൻ പോകുന്നത് ആരെക്കുറിച്ചാണ്? കാന്തപുരം. എന്താ കാന്തപുരം പറയുന്നത്? കേട്ടോളൂ. സിറാജ് എന്ന പേര് തന്നെ ഞാൻ ചിലത് ഇവിടെ കാണിക്കാൻ കേട്ടോ. സിറാജിലെ ചില രംഗങ്ങൾ ഞാൻ ഇവിടെ കാണിക്കും. ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താൻ ആമുഖമായിട്ട് പറയാണ്. സിറാജിലെ ചില ഭാഗങ്ങളൊക്കെ ഞാൻ ഇവിടെ കാണിക്കും.
പേരോട് കുറെ എന്നോട് പറയുന്നു, ഷാർജിന് ടിക്കറ്റ് എടുത്തിട്ട് വന്നാൽ പോരാ, ഷാർജിന് ടിക്കറ്റ് എടുത്ത് വന്നാൽ പോരാ, എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണ്ടേന്നർത്ഥം. കൊടുത്തിട്ടുണ്ട്. തിരക്കൊന്നും കൂട്ടണ്ട, ഞാൻ വിളമ്പിത്തരും. ശരിക്കും നിങ്ങൾ കാണണം, ഹൃദയസ്തംഭനൊന്നും ഉണ്ടാകരുത് കേട്ടോ. അവിടേക്ക് വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ ഈ സിറാജ് വരല്ലേ, ആ എന്ത് വന്നാലും ഞാൻ കൈനെന്ത് ഉത്തരവാദിത്താൻ ചോദിച്ചില്ലേ, ആ സിറാജിന്റെ പോരിശയാ കൽപ്പിക്കാൻ പോകുന്നത് ആദ്യം ഷെയ്ഖുന പറയട്ടെ. എന്താ പറയുന്നത്? സിറാജ് എന്ന പേര് തന്നെ സത്യത്തിന്റെ സമ്പൂർണ്ണ പ്രകാശനവും എന്നല്ലേ? അസത്യമായത് പ്രസിദ്ധീകരിക്കലല്ല സിറാജിന്റെ ലക്ഷ്യം. അപ്പൊ നിങ്ങൾ കേവിയെ കാഫിറാക്കി എന്ന് എഴുതിയത് അത് സത്യമാണോ അസത്യമാണോ നിങ്ങൾ മറുപടി പറയണം. മാത്രമല്ല ഇനി പറയുകയാണ്, സിറാജ് ദിനപത്രം തുടങ്ങുമ്പോഴുണ്ടായിരുന്ന ലക്ഷ്യത്തിൽ നിന്നും വീക്ഷണത്തിൽ നിന്നും പിറകോട്ട് പോയിട്ടില്ലെന്നതാണ് എന്റെ വിശ്വാസം. സിറാജ് തുടങ്ങുമ്പോ അതിനൊരു ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യം ഞാൻ വായിച്ചുതരാം. ആ ലക്ഷ്യത്തിൽ നിന്ന് ഇന്ന് വരെ സിറാജ് പിറകോട്ട് പോയിട്ടില്ല. അടുത്തത് വരട്ടെ കേട്ടോളിൻ. അടുത്തതെന്താ? കുവൈത്തിൽ സിറാജ് പ്രചരണം ഊർജിതപ്പെടുത്തി മുന്നേറും കേട്ടോളേ. സുന്നത്ത് ജമാഅത്തിന്റെ ജിഹ്വയായ സിറാജ് ആരുടെ ജിഹ്വ? കമ്മ്യൂണിസ്റ്റുകാരന്റെയാണോ? കോൺഗ്രസ്സുകാരന്റെയാണോ? ലീഗുകാരൻ്റെതാണോ? ബിജെപിക്കാരൻ്റെതാണോ? അല്ല, സുന്നത്ത് ജമാഅത്ത്. നിങ്ങൾ മാത്രം അവകാശപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഒരു സാധനല്ലേ സുന്നത്ത് ജമാഅത്ത്. നിങ്ങളും അതുമായിട്ടൊരു ബന്ധവുമില്ല എന്നത് വേറെ കാര്യം. നിങ്ങൾ അവകാശപ്പെടുന്നു ഞങ്ങൾ സുന്നത്ത് ജമാഅത്തുകാരാണെന്ന്. ആകട്ടെ, നിങ്ങൾ അവകാശപ്പെടുന്ന ഒരു സുന്നത്ത് ജമാഅത്തില്ലേ, അതും ഇസ്ലാമുമായിട്ടുള്ള സുന്നത്ത് ജമാഅത്തുമായിട്ട് ബന്ധമില്ല കേട്ടോ. എന്നാ നിങ്ങൾ അവകാശപ്പെടുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ ജിഹ്വയിൽ വരുന്നത് കാണുമ്പോ ഞെട്ടിപ്പോകരുതെന്നാ പറയാനുള്ളത്. ഇനി കേട്ടോ, മൂന്നാമത്തെ മദ്ഹ് കേട്ടോ. അതാ നേതാവിന്റെ ഫോട്ടോ സഹിതം കൊടുത്തിട്ട് പറയുന്നു, പ്രിയരേ, ഉപരി വിളിക്കാണ്, പ്രിയരേ, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആധികാരിക ശബ്ദമായ സിറാജ് അനുദിനം മുന്നേറ്റത്തിന്റെ പാതയിലാണ്. മുന്നേറ്റം ഞാൻ കാണിച്ചു തരാ, നിങ്ങളെ മുന്നേറ്റം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇനിയും കേട്ടോ നിങ്ങൾ പ്രിയ സഹപ്രവർത്തകരെ. ആരൊക്കെയാണ് വിളിക്കുന്നത്? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാര് പ്രസിഡന്റ്, SYS സയ്യിദ് അലി ബാഫക്കി തങ്ങൾ പ്രസിഡന്റ്, SJM സയ്യിദ് മുഹമ്മദ് തുറാബ് സഖാഫി പ്രസിഡന്റ്, SSF സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി പ്രസിഡന്റ്, SMA. എല്ലാവരും കൂടി വിളിക്കുകയാണ്, പ്രിയ സഹപ്രവർത്തകരെ. ഇതെന്താ പറയുന്നത് കേട്ടോളി. ആദർശ പ്രസ്ഥാനത്തിന്റെ മുഖപത്രമായ സിറാജ് എന്താ വിശേഷിപ്പിച്ചത്? ആദർശ പ്രസ്ഥാനം കേട്ടോ. ഏതാ? സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ആദർശ പ്രസ്ഥാനത്തിന്റെ മുഖപത്രമായ സിറാജ്. ഇനിയും തീർന്നിട്ടില്ല, അടുത്തത് ശ്രദ്ധിച്ചോ. സിറാജിനുള്ള പ്രത്യേകത എന്താണ് കേട്ടോളൂ. അതാ വായിക്കട്ടെ, ശ്രദ്ധിച്ചു കേട്ടോളൂ. 900 പത്രങ്ങളുള്ള നാട്ടിൽ സിറാജിന് എന്താണ് പ്രസക്തി എന്ന് സംശയിക്കുന്നവരുണ്ടാകാം. തീർച്ചയായും സിറാജിന് പ്രാധാന്യമുണ്ട്. എന്താ പ്രാധാന്യം കേട്ടോളൂ. സത്യത്തെ മുറുകെ പിടിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് സിറാജിന്റെ ചാലക ശക്തി. അതുകൊണ്ട് തന്നെ സത്യത്തിന്റെയും നന്മയുടെയും വഴിയിൽ സിറാജിന്റെ വഴി വേറിട്ടതാണ്. പത്രമാധ്യമ രംഗത്തു നിന്നും ധാർമ്മികതയുടെ അടയാളങ്ങൾ മാഞ്ഞു പോകുന്നുവെന്നാണ് പൊതുവെ ഉയരുന്ന പരാതി. ഊഹാപോഹങ്ങളും വ്യക്തിഹത്യകളും അസത്യ പ്രചരണങ്ങളുമാണ് പത്രപ്രവർത്തനത്തിന്റെ മറവിൽ അരങ്ങേറുന്നതെന്ന ആക്ഷേപം പൂർണ്ണമായി നിഷേധിക്കാനാവില്ല. കുപ്രചരണങ്ങളുടെ കുത്തൊഴുക്കിൽ പലപ്പോഴും സത്യം കുഴിച്ചു മൂടപ്പെടുന്നതായാണ് കാണുന്നത്. ഈ ജീർണതകൾക്കെതിരായ പടയോട്ടമാണ് സിറാജിന്റെ ലക്ഷ്യം. വായനക്കാർക്ക് അറിയാനുള്ള കാര്യങ്ങൾ നിഷ്പക്ഷമായും സത്യസന്ധമായും, ഏതോ രാഷ്ട്രീയക്കാരൻ എഴുതിയതാണല്ലേ നിങ്ങൾ പറഞ്ഞത്, നിഷ്പക്ഷമായും സത്യസന്ധമായും എത്തിക്കുക എന്ന ദൗത്യം വെല്ലുവിളിയായി സിറാജ് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ സിറാജിൽ വരുന്നതിന് നിങ്ങൾക്ക് സർവ്വ ഉത്തരവാദിത്വവുമുണ്ട്.
ഇനിയും തീർന്നില്ല, കേട്ടോളൂ. നിങ്ങൾ പറഞ്ഞില്ലേ ഏതോ രാഷ്ട്രീയക്കാരെ എഴുതിയ പേരോട് ഈ വാചകം കുറിച്ചു വെക്കണം, മറുപടി നിങ്ങൾ പറയണം. അടുത്ത പ്രസംഗത്തിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ മറുപടി പറയണം. എങ്ങനെ? ഈ വാചകം നിങ്ങളൊന്ന് വായിച്ച് മറുപടി പറയണം. കേട്ടോളൂ. നിങ്ങൾ പറഞ്ഞില്ലേ സിറാജിൽ ആരൊക്കെ എഴുതും, എന്തൊക്കെ എഴുതും, അതിനൊക്കെ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടോ? അപ്പൊ നമ്മൾ ചോദിച്ചു ആരൊക്കെ എന്തൊക്കെ എഴുതുമോ, ആരൊക്കെയോ എന്തൊക്കെയോ എഴുതുമോ? കേട്ടോളൂ, ആരാ സിറാജിൽ എഴുതാറുള്ളത്? സിറാജിൽ വരുന്ന അക്ഷരങ്ങൾക്ക് ആരാണ് പിതാക്കന്മാർ എന്ന് നിങ്ങൾ തന്നെ പറയട്ടെ. വായിക്കുന്നു, സിറാജിന്റെ അക്ഷരങ്ങൾക്ക് പിന്നിലെ ശക്തിയും ജീവനും സാത്വികരായ പണ്ഡിതരുടെ ചിന്തകളാണ്. സാത്വികരായ പണ്ഡിതരുടെ ചിന്തകളാണ് സിറാജിൽ വരാറുള്ളത്. മാത്രമല്ല തൂവെണ്മയാർന്ന അവരുടെ വാക്കുകളാണ് പത്രത്തെ നയിക്കുന്നത്. നിങ്ങൾ ചോദിച്ചില്ലേ ഞാനോ ഉള്ളാൾ തങ്ങളോ ആണോ പരിശോധിക്കാറ്? എല്ലാ ദിവസവും ഇപ്പൊ ഉള്ളാൾ തങ്ങളും ഞാനും കാന്തപുരം ഒക്കെ പോയിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ കാന്തപുരം ഉസ്താദും ഉള്ളാൾ തങ്ങളും ഒക്കെ പോയിട്ട് ഇങ്ങനെ തലേ ദിവസത്തെ പത്രം ഇങ്ങനെ പരിശോധിക്കുക, എന്നിട്ട് സിറാജ് ഇറക്കുക. അങ്ങനെ നടക്കുമോ നിങ്ങൾ ചോദിച്ചില്ലേ? നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ പാടില്ലല്ലോ. കാരണം നിങ്ങളുടെ അവകാശവാദം തന്നെ എന്താണ്? ഒന്നുകൂടെ കൽപ്പിക്കട്ടെ. സിറാജിന്റെ അക്ഷരങ്ങൾക്ക് പിന്നിലെ ശക്തിയും ജീവനും സാത്വികരായ പണ്ഡിതരുടെ ചിന്തകളാണ്. തൂവെണ്മയാർന്ന അവരുടെ വാക്കുകളാണ് പത്രത്തെ നയിക്കുന്നത്. ആത്മീയമായ തെളിച്ചമാണ് ഞങ്ങളെ നേർവഴി നടത്തുന്നത്. പുതുകാലം ആവശ്യപ്പെടുന്ന പരിഷ്കരണങ്ങൾക്ക് എത്ര കണ്ട് വിധേയമായാലും ആത്മീയ നേതൃത്വത്തിന്റെ വെളിച്ചമുള്ളതിനാൽ ഞങ്ങൾക്ക് വഴി തെറ്റില്ല എന്ന് വളരെ കൃത്യമായി നിങ്ങൾ എഴുതി വിട്ടിട്ടുണ്ട്. ഇനിയും ഇതാ ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ആ ഭാഗം അവസാനിപ്പിക്കുന്നു. ഇനി അടുത്തത് വരാൻ പോകുന്നത് നമ്മുടെ വിനീതന്റെ വാക്കാണ്, പാവപ്പെട്ടോന്റെ വാക്കാണ്. കേട്ടോളൂ, അതാ പേരോട് പറയട്ടെ. എന്താ പറയുന്നത്? സിറാജും യസ്വയ്യസും പരസ്പര പൂരകങ്ങളാണ്. അതിനുവേ കണ്ടോ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞതിന്റെ മധുവൊക്കെ പറഞ്ഞിട്ട് പറയാണ്, അതിനുവേണ്ടി നാം എല്ലാം മുന്നിട്ടിറങ്ങണം. സിറാജിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നത് വെറും ഭൗതികമല്ല, അതും ഒരു ദീനീ പ്രവർത്തനം തന്നെ. അബുദാബിയിൽ വെച്ച് പ്രസംഗിച്ചതാണ്. അതുകൊണ്ടാണ് പേരോട് എന്നോട് ഇടക്കിടക്ക് ചോദിക്കും, ടിക്കറ്റും എടുത്തങ്ങ് ചാർജ് ചെയ്യുന്ന വന്നാ മതിയോ, വല്ലതൊക്കെ ഒന്ന് കൊണ്ടുവരണ്ടേ? നിങ്ങൾ അബുദാബിയിൽ പോയി ഏത് പത്രമാണ് പ്രചരിപ്പിക്കാൻ പറഞ്ഞതെങ്കിൽ അബുദാബിയിലടക്കം നിങ്ങൾ ഇന്ന് വിറ്റുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗൾഫിൽ തന്നെയുള്ള ഫോറിൻ സിറാജ് കൊണ്ടുവന്നിട്ടുണ്ടേ മുസ്ലിയാരേ. ഒന്ന് കാണണേ മുസ്ലിയാരേ, ഒന്ന് വായിക്കണേ മുസ്ലിയാരേ. ആവർത്തിച്ചാവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു. ഓരോരോ രംഗങ്ങൾ അതിലൊന്ന് കാണേണ്ടതുണ്ട്. ഇതിലെന്താ പറയുന്നത്? സിറാജ് ഒരുപാട് വളർന്നിട്ടുണ്ട്, പക്ഷേ വളർച്ചയുടെ ഒരു ഘട്ടത്തിലും മൂല്യങ്ങൾ കൈവിട്ടിട്ടില്ല, വിപണിക്ക് വേണ്ടി നിലപാടുകൾ തള്ളിപ്പറഞ്ഞിട്ടില്ല. ഇനി കേട്ടോ, ആദർശത്തിൽ വെള്ളം ചേർത്തിട്ടില്ല. അപ്പൊ ഉറപ്പായില്ലേ ഇതൊക്കെ ഇവരുടെ ആദർശമാണെന്ന്? ഇവരുടെ ആദർശം എന്താണ്? പെണ്ണിന്റെ ഉടല് കാണിക്കുക, പെണ്ണിന്റെ സൗന്ദര്യം കാണിക്കുക, പെണ്ണിന്റെ ഭംഗി പ്രദർശിപ്പിക്കുക, അതൊക്കെയാണ് അവരുടെ ആദർശം എന്നല്ലേ അർത്ഥം? കാരണം ആദർശത്തിൽ വെള്ളം ചേർത്തിട്ടില്ല. ഇനിയും കേട്ടോ, സിറാജ് എന്നാൽ വിളക്ക് എന്നാണ് അർത്ഥം. വിളക്ക് എന്നാണ് അർത്ഥം. വെളിച്ചം പകരുകയാണ് വിളക്കിന്റെ ദൗത്യം. നല്ല വെളിച്ചമല്ലേ പകർന്നുകൊണ്ടിരിക്കുന്നത്? സിറാജ് പകർന്നുകൊണ്ടിരിക്കുന്ന വെളിച്ചം വല്ലാത്ത വെളിച്ചം തന്നെ. ഈ വെളിച്ചത്തിലൂടെ നിങ്ങൾ തെളിക്കുന്നത് സ്വർഗത്തിലേക്കല്ല നരകത്തിലേക്കാണ് കേട്ടോ. ആവർത്തിച്ചോർമ്മപ്പെടുത്തുന്നു.